എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 26 തിങ്കളാഴ്ച 2025. ഓക്കെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇതിൽ ജോയിൻ ചെയ്യരുത്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുവഴി ജോയിൻ ചെയ്യാം. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിശദ വിവരങ്ങളും ഞങ്ങളിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചാനലെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു, പുതിയ ചാനലാണ്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് യൂറോപ്യൻ യൂണിയനുമേലുള്ള താരിഫ്, ആ ഒരു പ്രശ്നം, 50% താരിഫാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ആ ഒരു നിർണയം രമ്യമായി പരിഹരിക്കും എന്നുള്ള ഒരു സൂചനകൾ ഇന്ന് വന്നു. കാരണം ചർച്ചകൾക്കുള്ള സമയപരിധി നീട്ടുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ ട്രേഡർമാർക്കുള്ള ട്രേഡിംഗ് ആശങ്കകൾ മാറുകയും അതിനെ തുടർന്ന് ആട്ടോ, അതേപോലെ IT, മെറ്റൽ സെക്ടറിൽ ഒരു സ്ട്രോങ് ബയ്യിങ് പ്രകടമാവുകയും അതുവഴി ഇന്ന് ഇന്ത്യൻ ഓഹരി ഇൻഡെക്സുകൾക്ക് ഗ്രീനിൽ ഉയർന്ന നിലയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 82,492 എന്നുള്ള ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത സെൻസെക്സ് ലാസ്റ്റ് 455 പോയിൻ്റ് പോസിറ്റീവിൽ 82,176 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ആണെങ്കിൽ 148 പോയിൻ്റ് പോസിറ്റീവിൽ 25,001 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ്പ് 0.67%, അതുപോലെ സ്മോൾ ക്യാപ്പ് 0.37% പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെക്ടറൽ ഇൻഡെക്സുകളിൽ എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി, ആട്ടോ, IT, FMCG ഇൻഡെക്സുകൾ 1% മുതൽ 1.5% വരെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റോക്കുകളിൽ 22 എണ്ണവും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, HCL ടെക്, ടാറ്റ മോട്ടോഴ്സ്, നെസ്ലെ ഇന്ത്യ, ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ 2.17% വരെ നേട്ടമുണ്ടാക്കി. മറുവശത്ത് നോക്കുകയാണെങ്കിൽ എറ്റേണൽ, അൾട്രാടെക് സിമൻറ്റ്, പവർ ഗ്രിഡ്, കൊട്ടക് ബാങ്ക്, NTPC, ടാറ്റ സ്റ്റീൽ എന്നിവ 4.55% വരെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾട്രാടെക് സിമൻറ്റ് പോലുള്ള സിമൻറ്റ് സ്റ്റോക്കുകൾ നാളെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. കാരണം ഇപ്പോൾ മൺസൂൺ ആരംഭിച്ചു. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിമൻറ്റ് ഉപയോഗം വളരെ രമ്യമായി കുറയും. അത് വിൽപ്പനയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾ ലേശം ഇടിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം ഇന്ത്യ വിക്സ് ഇന്ന് 4.3% ഉയർന്ന് 18.02 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഒരു പോസിറ്റീവ്, ഒരു ബുള്ളിഷ്നെസ്സിലാണ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ, ഡെയിലി ചാർട്ടിൽ അതായത് ഒരു ഹയർ ടോപ്പ് ആൻഡ് ഹയർ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് അത് മാറ്റമില്ലാതെ, ആ ഒരു ഫോമിങ് മാറ്റമില്ലാതെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു റീടെസ്റ്റ്, അതായത് ഇവിടെ നിന്നൊരു ഇടിവ് വരികയാണെങ്കിൽ, ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ താഴത്തേക്ക് വരികയാണെങ്കിൽ, തുടർന്ന് അത് എപ്പോഴാണോ റിവേഴ്സൽ അടിക്കുന്നത് അവിടെ നിന്നും നമുക്കൊരു ബയ്യിങ് സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ബയ്യിങ് അവസരങ്ങൾ, ആ ബയ്യിങ് ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഡെയിലി ചാർട്ടിൽ RSI വീണ്ടും ഒരു ബുള്ളിഷ് ക്രോസ് ഓവറിലേക്ക് പ്രവേശിച്ച മാതിരിയാണ് കാണാൻ കഴിയുന്നത്. ഇത് ഒരു കൺസോൾട്ടേഷൻ്റെ ബ്രേക്കൗട്ട് വക്കിലാണ് എന്ന് വേണം കരുതാൻ. ചുരുങ്ങിയ ദിവസത്തേക്ക് നിഫ്റ്റി ശക്തമായി തുടരാൻ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട്. തൽഫലമായി 25,200, അതുപോലെ അവിടെ നിന്നും പോവുകയാണെങ്കിൽ 25,350 ഈ റേഞ്ചിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട്. അവസരങ്ങൾ പരമാവധി നിങ്ങൾ മുതലാക്കുക. ഇനി ബൈ ചാൻസ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു ഇടിവ് താഴത്തേക്ക് വരികയാണെങ്കിൽ 24,800 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് താഴെ പോകാതെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും ഇവിടെ നിന്നൊരു റിവേഴ്സൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ നോക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് ടേം നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്.
പ്രത്യേകിച്ചും പറയാനുള്ളത് യൂറോപ്യൻ യൂണിയനിൽ താരിഫ് ട്രംപിൻ്റെ അക്രമകരമായിട്ടുള്ള താരിഫാണ് ചുമത്തിയത്. പക്ഷേ അത് സമയപരിധി നീട്ടുന്നത് പരിഗണിക്കാനുള്ള അവരുടെ തീരുമാനവും അതുപോലെ ഡോളർ ഇൻഡെക്സിലെ ഒരു ഇടിവും ഡൊമസ്റ്റിക് മാർക്കറ്റുകൾക്ക് ഒരു തിരിച്ചുവരവിന് കാരണമായി എന്ന് പറയാം. അതുപോലെ തന്നെ ട്രേഡിംഗ് ഡീൽ ക്രിയാത്മകമായി പുരോഗമിക്കുന്നുണ്ടെന്നും ഇത് മാർക്കറ്റിലെ ചാഞ്ചാട്ടം കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഈ സംഭവവികാസങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആദ്യകാല തുടക്കമാണ് അതൊന്ന്. പിന്നെ ആഭ്യന്തര ബോണ്ട് വരുമാനത്തിലെ കുറവ് അപകട സാധ്യതയുള്ള ആസ്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിക്ഷേപകരെ അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ ഉപഭോഗം വർദ്ധിക്കുമെന്ന പ്രതീക്ഷകളും Q4 കോർപ്പറേറ്റ് വരുമാനം പ്രതീക്ഷിച്ചതിലും മികച്ചതായിരിക്കുമെന്ന പ്രതീക്ഷകളും ഒക്കെ കാരണം ബ്രോഡർ മാർക്കറ്റും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നലെ പറഞ്ഞ ലെവലുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഡ് എത്ര പെർഫെക്റ്റായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞത് 24,910 നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞത്. അതിന് അടുത്തായിട്ടാണ്, അതായത് അതിന് 24,919 ഓപ്പൺ ചെയ്തത്. ജസ്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് തന്നെ പോയി അവിടെ ഒരു ഒരു റേഞ്ച് ബോണ്ടിലാണ് ഇന്ന് മാർക്കറ്റ് നടന്നിരിക്കുന്നത്. ഒരു ശക്തമായ വോളറ്റിലിറ്റി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ചെറിയ വോളറ്റിലിറ്റി തന്നെയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ പ്രകടമായത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് 55,490 എന്നുള്ള ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് ജസ്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലൂടെ തന്നെ ഒരു സൈഡ് വേ മാർക്കറ്റിലൂടെ ബാങ്ക് നിഫ്റ്റിയും പോയതുകൊണ്ട് നമുക്ക് അതിലും ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. ഒരു കണക്കിന് ഈ കോഡുകൾ വളരെ ഈ ലെവലുകൾ വരയുന്നതും അല്ലെങ്കിൽ ഈ ലെവലുകൾ മാർക്ക് ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായി എന്ന് വേണം കരുതാം. അല്ലാത്ത പക്ഷം ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇതിന് മുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് താഴെയാണെങ്കിൽ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതിന് മുകളിലാണ് ഒരു പക്ഷേ നമ്മൾ കോഡ് വരച്ചിരുന്നതെങ്കിൽ എൻട്രി എടുക്കുകയും അത് സ്റ്റോപ്പ് ലോസിലേക്ക് നയിക്കുകയും ഇന്ന് ചെയ്യുമായിരുന്നു. കാരണം ഇന്നൊരു സൈഡ് വേ മാർക്കറ്റ് ഇതായിരുന്നു. അപ്പോൾ സെൻസെക്സിലും ഈ 3 ഇൻഡെക്സിലും നമുക്ക് ഇന്ന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നാളേക്ക് ഈ ലെവലുകളൊന്ന് മാറ്റി പിടിക്കാം. റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈ തന്നെയാണ്, 82,490. 82,490 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ഇതുവരെ പോകാൻ 82,700 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. സെൻസെക്സിൽ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ലെവൽ നോക്കാവുന്നതാണ്, 81,860. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് റെസിസ്റ്റൻസ് ഇവിടെ വെക്കുന്നതിലും ഭേദം നമുക്ക് ഈ ഒരു ഹൈയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു ഹൈയിൽ വെക്കാം. ഈ ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം 160 പോയിൻറ്റിൻ്റെ റാലി ഈ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 55,690 എന്നുള്ള റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ 55,380. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമോശമായി കാണാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഇന്നത്തെ ഹൈന് ശേഷം തന്നെ നമുക്ക് 25,080. ഓക്കെ, 25,080 മുകളിൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 38 പോയിൻറ്റിൻ്റെ റാലിയെ നമുക്ക് അങ്ങനെയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. ഏതായിരുന്നാലും ജസ്റ്റ് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും എൻട്രി ചെയ്യാം. പക്ഷേ അത് ഒരു 10-15 പോയിൻറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. ഒരു കാര്യം ചെയ്യാം, 25,065 എന്നുള്ള റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാം. നെക്സ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇതാണ്, 25,110. ഇവിടെ എത്തുമ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, സപ്പോർട്ട് ലെവൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്, 24,900. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നാളെ ഈ ലെവലുകൾ, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.